ഇന്ന് നമുക്കൊരു കുക്കർ ചിക്കൻ ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പവും എന്നാൽ നല്ല സ്വാദുമുള്ള ഒരു കുക്കർ ചിക്കന്. അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ എടുക്കുക. ചിക്കൻ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് ആവശ്യത്തിന് എടുക്കുക. അതിനുശേഷം നമുക്കതിൽ ഒരു പാനിലോട്ട് വെച്ച് അത് ചൂടാക്കി ഒഴിക്കാം. എണ്ണ ഒഴിക്കാതെയാണ് ഞാൻ ചൂടാക്കുള്ളൂ കേട്ടോ. അന്നേരം നല്ല കളറിൽ കിട്ടിക്കോളും. അത് നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ നല്ലവണ്ണം വഴറ്റുക. ഇത് നല്ലവണ്ണം വഴന്നു വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. നല്ലവണ്ണം ഏകദേശം ഒരു നല്ല പരുവത്തിൽ വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ബാക്കി ചേരുവ ചേർക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇടണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് ശരിക്കിന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ നല്ലവണ്ണം അങ്ങ് വെന്ത് പോകാറ് ചെയ്യാറ്. എന്നാൽ അതുപോലെ വെന്ത് പോകുന്നില്ല. നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ ചിലരൊക്കെ കിഴങ്ങിട്ട് വെക്കും. കിഴങ്ങ് ഇടാൻ ഇഷ്ടമില്ലാത്തവർ കിഴങ്ങിടേണ്ട, ചിക്കൻ മാത്രം ഇട്ടാൽ മതി. ഞാനിത് കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ചിക്കനും കൂടിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, ഇറച്ചിക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലവണ്ണം വഴറ്റി യോജിപ്പിക്കുക. ഉപ്പും ചേർത്തായിരുന്നു കേട്ടോ ഇറച്ചിക്ക് വേണ്ടത്, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടൂടെ ഇതിലേക്ക് ചേർക്കുക. ഈ മസാലക്കൂട്ടും ചേർത്ത് ശരിക്കും ഇത് മിക്സ് ചെയ്യുക. ഇത് ശരിക്കും മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് മതി. ഒത്തിരി കൂടി പോകേണ്ട, കണ്ടമാനം ചാറായി പോവും. ചിക്കൻ ഒത്തിരി ചാറായാലും അതൊരു രസമില്ല. അപ്പം നമ്മളിതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം വഴറ്റി യോജിപ്പിക്കുക. ശരിക്കും നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമ്മൾ നല്ലവണ്ണം വഴറ്റി നല്ല ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2-3 തണ്ട് കറിവേപ്പില അതേപടി തന്നെ അതിലിട്ടിട്ട് കൊടുത്തേക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും നല്ലവണ്ണം ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കണേ. അത് ഒഴിച്ച് കൊടുക്കാൻ നല്ലതാണ്. ഇറച്ചി കണ്ടുപോകാനങ്ങ് വിട്ട് അങ്ങ് വെന്ത് പോകാതെ ഇരുന്നുള്ളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ശരിക്കും യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരു ചിക്കനായതുകൊണ്ട് അധികം വേവില്ലല്ലോ. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, ചിക്കനും കണ്ടമാനം വെന്ത് പോയിട്ടില്ല, കിഴങ്ങും വെന്ത് പോയിട്ടില്ല. അതേ ഞാനിത് വെച്ചിട്ട് വിസിൽ ഊതി പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാനിതിൻ്റെ പിസിൽ മൂടി തുറന്ന് നോക്കിയത്. എന്നിട്ടും അത് കണ്ടമാനം വെന്ത് പോയിട്ടില്ല. അത് പിസിൽ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എയർ കളഞ്ഞിട്ട് എടുത്താലും ഒത്തിരി നല്ലതാണ്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ല സൂപ്പർ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്